എല്ലാവർക്കും അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ സ്ത്രീയും പുരുഷനും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പാടില്ല, സമ്മിശ്രമായി നിൽക്കാൻ പാടില്ല, കൂടിക്കലരാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്, അതിൻ്റെ യുക്തി എന്താണ് എന്നാണ്. സിമ്പിളാണ് കാര്യം. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ലാ തഖറബു സിന എന്നാണ്. അതായത് വ്യഭിചാരത്തിനോട് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്യരുത് എന്നല്ല, വ്യഭിചാരം ചെയ്യാൻ സാധ്യതയുള്ള മുഴുവൻ വാതിലുകളും, വ്യഭിചാരം സംഭവിച്ചു പോവാൻ അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിച്ചു പോകാൻ സാധ്യതയുള്ള മുഴുവൻ വാതിലുകളും അടക്കപ്പെടുകയാണ്. നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട ഒരു കാര്യമാണ് സിനിമക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ചീഞ്ഞു നാറുന്ന വിഷയങ്ങൾ, പുറത്ത് പറയാൻ പറ്റിയതും പറ്റാത്തതുമായ പല വിഷയങ്ങൾ. ഒക്കെ ഇനി പറയാൻ പ്രത്യേകിച്ച് വലിയ നാണോ മാനോ ഇല്ലെങ്കിലും കേൾക്കുന്ന ഏതൊരാൾക്കും വെറുപ്പുണ്ടാക്കുന്ന, അറുപ്പുളവാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? സ്ത്രീയും പുരുഷനും ഒരേ സ്ഥലത്ത് ഒന്നിച്ചിരുന്ന് പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ഏത് മേഖല എടുത്തു നോക്കുക, സ്ത്രീയും പുരുഷനും കൂടിക്കലർന്നുകൊണ്ടാണോ എന്ത് പ്രവർത്തനവും ചെയ്യുന്നത്. സ്വാഭാവികമെന്നോണം പുറത്തു വന്നതോ വരാത്തതോ ആയ ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന കഥകൾ അവിടെ ഉണ്ടാവാം. ഒരുപാട് തരത്തിൽ സ്ത്രീകളും പുരുഷന്മാരും പലതരത്തിലും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. പലരും അറിഞ്ഞും അറിയാതെ നടിക്കുന്ന കാര്യമാണ്. സിമ്പിളായ ഉദാഹരണം പറയാം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് അത് ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാര്യങ്ങൾ. ഏതൊരു വിഷയം എടുത്തു നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന് ഒരു പൂച്ചയുടെ മുമ്പിലേക്ക് നമ്മൾ പാല് കൊണ്ടുവച്ചുകൊണ്ട് ആ പൂച്ചയോട് അത് കുടിക്കരുത് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അങ്ങനെ അല്ല പറയേണ്ടത്. നേരെ മറിച്ച് പൂച്ചയുടെ മുമ്പിൽ നിന്ന് പാലെടുത്ത് മാറ്റുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പാലുള്ള സ്ഥലത്തേക്ക് പൂച്ച അയക്കാതിരിക്കുക എന്നുള്ളതാണ്. അതേപോലെയാണ് സ്ത്രീയും പുരുഷനും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് ഒറ്റക്കോ അല്ലാതെയോ കൂട്ടിക്കൂടുകയാണെങ്കിൽ സ്വാഭാവികമെന്നോണം തെറ്റുകൾ സംഭവിച്ചു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അതിനെ എതിർക്കപ്പെടുന്നത്.